ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ പ്രിവ്യൂവിൽ നിന്ന് മാത്രം $75 മില്യൺ മുകളിൽ, ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് മാത്രം ഇതിനോടകം 100 മില്യൺ മുകളിൽ. അങ്ങനെ റെക്കോർഡുകളുടെ പെരുമഴ തീർക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ ഹീറോയുടെ സ്പൈഡർമാൻ്റെ ഏറ്റവും പുതിയ സിനിമ ബ്രാൻഡ് ന്യൂ ഡേ. റിലീസിന് മുന്നേ തന്നെ $800 മില്യൺ ഓപ്പണിംഗ് വീക്കെൻഡ് പ്രഡിക്റ്റ് ചെയ്തതാണ് ട്രാക്കർമാർ. പുറത്തിറങ്ങി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൂടി വന്നതോടെ അതിലേക്ക് അതിവേഗം കുതിക്കുന്നു മാർവൽ ചിത്രം. സ്പൈഡർമാൻ കടത്തിവെട്ടുന്ന മിക്ക റെക്കോർഡുകളിലും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് എൻ ഗെയിമാണ്. പക്ഷേ ഓപ്പണിംഗ് വീക്കെൻഡിൽ എൻ ഗെയിം ഇട്ട 1.22 ബില്യൺ എന്ന റെക്കോർഡ് സ്പൈഡർമാൻ കടത്തിവെട്ടിയേക്കില്ല. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം 5.6 കോടി രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. അവതാർ വേ ഓഫ് വാട്ടർ ഇട്ട 3.6 കോടിയെ കടത്തിവെട്ടി ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷനുള്ള ഹോളിവുഡ് സിനിമയായി ഇതോടെ സ്പൈഡർമാൻ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അവഞ്ചേഴ്സ് എൻ ഗെയിം ഇട്ട 65 കോടി ഗ്രോസ് കളക്ഷൻ എന്ന റെക്കോർഡാണ് സ്പൈഡർമാൻ മറികടന്നത്. 72 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 2 ആഴ്ച മുന്നേ എത്തിയ ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസിയെയും സ്പൈഡർമാൻ ബീറ്റ് ചെയ്തു. ടോം ഹോളണ്ട് കൂടി പ്രധാന വേഷത്തിലെത്തിയ സിനിമ 20 കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഡേയിൽ സ്വന്തമാക്കിയിരുന്നു. 200 കോടിക്ക് മുകളിൽ നേടി ഇന്ത്യയിൽ ഒരു ഹോളിവുഡ് സിനിമ നേടുന്ന ഏറ്റവും ഹയസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ ആകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത്. $225 മില്യൺ സ്പൈഡർമാൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. 309 മില്യൺ എന്ന ഹോളിവുഡ് റെക്കോർഡ് തുകയാണ് സിനിമയുടെ പ്രൊമോഷന് മാത്രം ചിലവായത്. നോവേ ഹോം ഇട്ട 288 കോടി എന്ന പ്രൊമോഷൻ റെക്കോർഡും ഇവിടെ മറികടന്നു. ഐമാക്സ് റിലീസ് ഇല്ലാതെയാണ് സ്പൈഡർമാൻ ഇത്രയും കളക്ഷൻ സ്വന്തമാക്കുന്നത്. ഇത് ആ ക്യാരക്ടറിന് എത്രമാത്രം ഫാൻ ബേസ് ഉണ്ടെന്നാണ് തെളിയിക്കുന്നത്. DC-യുടെ ഫാൻ ഫേവററ്റ് ആണ് സൂപ്പർമാനും ബാറ്റ്മാനും. 2022-ലെത്തിയ ബാറ്റ്മാൻ്റെയും കഴിഞ്ഞ വർഷം എത്തിയ സൂപ്പർമാൻ്റെ കളക്ഷനെയും കൂട്ടിയാൽ പോലും 2021-ലെത്തിയ സ്പൈഡർമാൻ നോവേ ഹോമിൻ്റെ അടുത്ത് പോലും എത്തില്ല. ഒരു സോളോ സൂപ്പർ ഹീറോ മൂവി നേടിയ ഏറ്റവും വലിയ കളക്ഷനും നോവേ ഹോമിൻ്റെ പേരിലാണ്. അതിനെ ബ്രാൻഡ് ന്യൂ ഡേ കടത്തിവെട്ടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം വരാനിരിക്കുന്ന മാർവൽ ചിത്രം ഈ റെക്കോർഡുകളെല്ലാം തീർക്കുമെന്നതിൽ അത്ര സംശയം ആർക്കും കാണില്ല. മാർവൽ കോമിക്സിലെത്തിയ സൂപ്പർ ഹീറോകളിൽ ഭൂരിഭാഗം പേരും ആദ്യമായി ഒന്നിച്ചെത്തുന്ന സിനിമ. എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ, അവഞ്ചേഴ്സ്, വക്കാൻഡൻസ് അങ്ങനെ എല്ലാവരും കൈകോർക്കുമ്പോൾ വില്ലനായി എത്തുന്നത് സാക്ഷാൽ റോബർട്ട് ഡൗണി ജൂനിയറും. ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടറാണ് ഡൂംസ്ഡേക്ക് ഇത്ര ഹൈപ്പ് നൽകുന്നത്. പോസിറ്റീവാണെങ്കിൽ കളക്ഷനിൽ എൻ ഗെയിമിനെയും സിനിമ കടത്തിവെട്ടുമെന്ന് ഉറപ്പിക്കാം. സ്പൈഡർമാൻ എന്ന ബാറ്റൺ കൈമാറാൻ താൻ തയ്യാറാണെന്ന് ടോം ഹോളണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെന്തായാലും സംഭവിക്കുമെന്നും എപ്പോഴാണെന്ന് അറിയില്ലെന്നുമാണ് ടോം പറയുന്നത്. സ്പൈഡർമാൻ തിരിച്ചെത്തുമെങ്കിലും അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ക്യാരക്ടർ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ബ്രാൻഡ് ന്യൂ ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മറ്റൊരു ഹിന്റും തരുന്നുണ്ട്. സ്പൈഡർമാൻ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് ആണ് ഇനി വരാനിരിക്കുന്ന സ്പൈഡർമാൻ സിനിമ. ലൈവ് ആക്ഷൻ സ്പൈഡിയുടെ 5ാം സിനിമ മാർവലിൻ്റെ പ്ലാനിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി റീബൂട്ട് ആണെങ്കിലും പുതിയ ആൾ ആ സ്യൂട്ട് അണിഞ്ഞാലും സ്പൈഡർമാൻ എന്നും ഫാൻ ഫേവറേറ്റായി തുടരും. ഒരുപാട് കഥകൾ ഇനിയും പറയാൻ ബാക്കി വെച്ചാണ് സ്റ്റാൻലി വിട പറഞ്ഞത്. ആ കഥകളെല്ലാം ഇനിയും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. സ്പൈഡർമാൻ്റെ പുതിയ അഡ്വഞ്ചറുകൾക്കായി കാത്തിരിക്കാം.